സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷനും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം മാത്രമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെറിവേറ്റീവ് അറിയാം. ഡെറിവേറ്റീവിന്റെ കാര്യങ്ങളും ഡെറിവേറ്റീവിന്റെ ഫോർമുലാസും ഡെറിവേറ്റീവ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്നാലും ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ ഒരു പക്ഷേ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പൊ നമുക്ക് ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷനിൽ തുടങ്ങാം. ഡെറിവേറ്റീവ് ആക്ച്വലി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ലിമിറ്റ് ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ അത് പറഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ ചെയ്യുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണ്. അപ്പൊ ഡെറിവേറ്റീവിന്റെ കൺസെപ്ച്വൽ ആയിട്ടുള്ള പാർട്ടിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന് കുറച്ച് കൂടുതലുള്ള ഒരു ഫംഗ്ഷൻ, ആ ഒരു ഭാഗത്ത് ബന്ധപ്പെട്ട ഒരു ചെറിയ വ്യത്യാസമാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്നൊക്കെ പറയും. ഞാൻ ഒരു കൺസെപ്റ്റിലായിട്ട് പറയുന്നില്ല. ഇതാണ് ആക്ച്വലി ഡെറിവേറ്റീവിന് നമ്മൾ കൊടുത്തു വെച്ചിരിക്കുന്ന ഡെഫിനിഷൻ. ഈ ഡെഫിനിഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഫോർമുലകളാണ് നമ്മൾ കാണാതെ പഠിച്ചിരിക്കുന്നത്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ് തുടങ്ങിയ ഫോർമുലാസ്. അപ്പൊ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്താണെന്ന് പറയുമ്പോൾ ബേസിക്കലി നിങ്ങൾ അറിയണം, നമ്മൾക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻസ് മാത്രമല്ല ഉള്ളത്. എഫ് ഓഫ് എക്സിനാണ് ഈ ഒരു ഡെറിവേറ്റീവ് ആപ്ലിക്കബിൾ ആവുന്നത്. നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നതെല്ലാം മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അതായത് എഫ് ഓഫ് എക്സ് വൈ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഈ ഒരു ഫംഗ്ഷനിൽ എക്സും വൈയും ഉണ്ട്. സാധാരണ നമ്മൾ എഫ് ഓഫ് എക്സിന്റെ ഫംഗ്ഷനിൽ എക്സ് മാത്രമായിരിക്കും ഉള്ളത്. ഇവിടെ എക്സും വൈയും ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ആക്ച്വലി ഇത് ഡബിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. 2 വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ ആണ്. 3 വേരിയബിൾ വരാം, 4 വേരിയബിൾ വരാം. അതുകൊണ്ടാണ് മൾട്ടി വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ, അങ്ങനെയാണ് അതിന്റെ കറക്റ്റ് വാക്ക് കേട്ടോ. അപ്പൊ അവിടെയാണ് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഉപയോഗിക്കുന്നത്. സംഭവം വളരെ സിമ്പിൾ ആണ്. ഈ പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുത്താൽ അത് ഡോ എഫ് ബൈ ഡോ എക്സ് ആയി. ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ സിമ്പിൾ. എന്താണ് സിമ്പിൾ? ഡോ. ഇതാണ് സിമ്പിൾ. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഡോ എന്ന് പറയുന്ന സിമ്പിൾ ഇടുന്നത്. ഓക്കെ, അപ്പോ ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇത് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഞാൻ ബേസിക് എക്സാമ്പിൾ കാണിച്ചിട്ട് ബാക്കി കൊടുക്കാം. അതായത് നിങ്ങൾ ഈ ഒരു സാധനത്തിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുമ്പോൾ സാധാ ഡെറിവേറ്റീവ് തന്നെയാണ്. നിങ്ങൾക്ക് ഡെറിവേറ്റീവ് അറിയാമോ എങ്കിൽ നിങ്ങൾക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് അറിയാം. അതായത് നിങ്ങൾ വൈനെ കോൺസ്റ്റന്റ് ആക്കി വയ്ക്കുക. ഒരു വൈനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കാണുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സിനെ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി. നോക്കിയേ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. 2ഉം വൈയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 2ഉം കോൺസ്റ്റന്റ് ആണ്, വൈയും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, വൈനെ കോൺസ്റ്റന്റ് ആയിട്ട് കാണണം എക്സ് വെച്ചിട്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. ഇനി എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. പ്ലസ് വൈ സ്ക്വയർ. വൈ കോൺസ്റ്റന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, ചാടിക്കയറി ഡെറിവേറ്റീവ് എടുക്കരുത്. വൈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. കൂടുതൽ ഞാൻ താഴെയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ അതിന്റെ ഡെഫിനിഷൻ പാർട്ട് പഠിക്കണം. 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, എഴുതി വെച്ചോ. നോക്കിയേ, ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ എക്സിന്റെ കൂടെ എക്സ് വൈ എന്ന് വന്ന എന്തായി? ഡോ എഫ് ബൈ ഡോ എക്സ് ആയി. അതായത് ലിമിറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഡോ എഫ് ബൈ ഡോ വൈ ആണെങ്കിലോ ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0, ഇവിടെ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആണ്. എഫ് ഓഫ് എക്സിന് മാറ്റമില്ല, വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. ഈ ഒരു ഫോർമുല നിങ്ങൾ കാണാതെ പഠിക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി വേറൊരു നൊട്ടേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. അതായത് ഇപ്പൊ ഇവിടത്തെ ഫംഗ്ഷനിൽ എക്സ് അല്ലാതെ കൂടെ ഉള്ള വേരിയബിൾ വൈ ആണല്ലോ. അതുകൊണ്ട് അതുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ബ്രാക്കറ്റ് ഇട്ടൊരു വൈ ഇട്ടേക്കും അല്ലെ. ഇവിടെ ഒരു എക്സ് ആണെങ്കിൽ അത് എക്സ് ഇട്ടേക്കും. ഇപ്പൊ ഡോ യു ഡിവൈഡഡ് ബൈ ഡോ എഫ്. നോക്കിയേ, ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനിൽ കൂടെയുള്ള വേരിയബിൾ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല, അത് പറയാൻ വേണ്ടി നമ്മൾ കൊടുക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് നല്ല ഇമ്പോർട്ടന്റ് ആണ്, 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത് പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ ഇക്വേഷൻ എന്താണ്? വളരെ സിമ്പിൾ ആണ് കേട്ടോ. എന്ത് പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളിപ്പോ 2 വേരിയബിളിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ n വേരിയബിൾ വരും, x2 x3 എക്സെട്രാ xn എന്ന് വരും അല്ലെ. അപ്പൊ ഈ ഒരു xn ഇടയ്ക്ക് ഏതോ ഒരു xi ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. ഇതിന്
ഡെറിവേറ്റീവിന് ഇടയ്ക്ക് വരുന്ന ഒരു നമ്പർ ആണ് xi. അപ്പോ എനിക്ക് xi-യിലുള്ള ഡെറിവേറ്റീവ് വേണം. അതായത് f of x1 x2 എക്സെട്ര xn-നെ xi വിത്ത് റെസ്പെക്ട് ടു xi ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും? നമ്മുടെ ഇക്വേഷനിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? x ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x-ന് മാത്രം x പ്ലസ് ഡെൽറ്റ x ന് കൊടുക്കും, ബാക്കിയുള്ളവരെ അതുപോലെ എഴുതും. അപ്പൊ xi വെച്ച് നമ്മൾ ചെയ്യാൻ നേരത്ത് ബാക്കിയുള്ളവരെല്ലാം അതുപോലെ എഴുതി, x1 x2 അവിടെ വരെ അതുപോലെ എഴുതി, എക്സെട്ര എല്ലാം അതുപോലെ എഴുതി. xi-ക്ക് പകരം xi പ്ലസ് ഡെൽറ്റ xi എന്ന് കൊടുത്തു, ബാക്കിയെല്ലാം അതുപോലെ. ഇനി ഇവിടെ ആ ഫംഗ്ഷൻ അതുപോലെ എഴുതും, മൈനസ് f of x1 x2 എക്സെട്ര xn, xi നടുക്ക് കൊടുത്തു, ഡിവൈഡഡ് ബൈ ഡെൽറ്റ xi ടെൻസ് 0. അപ്പൊ എന്താണ്? xi-ക്ക് പകരം xi പ്ലസ് ഡെൽറ്റ xi കൊടുക്കുന്നു, ഡിവൈഡഡ് ബൈ ഡെൽറ്റ xi ടെൻസ് 0. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെ? അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് നൊട്ടേഷൻ കൂടിയുണ്ട്, കാണുമ്പോൾ തന്നെ പ്രാന്തെടുക്കുന്ന നൊട്ടേഷൻ ആയിരിക്കും, പക്ഷെ സംഭവം ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. അതായത് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ടായിരിക്കും. dy ബൈ ഡി എക്സിനെ പിന്നെയും ഡെറിവേറ്റീവ് എടുക്കും അല്ലെ. d ബൈ ഡി എക്സ് പിന്നെയും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ. ഇതാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ പാർഷ്യൽ ഡെറിവേറ്റീവിൽ എന്തുണ്ട്? സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്. അതായത് ഡോ എഫ് ബൈ ഡോ എക്സിനെ പിന്നെയും ഡോ ബൈ ഡോ എക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ. ഡിക്ക് പകരം ഡോ വന്നു. ഇനി നമ്മൾ ഈ ഡെറിവേറ്റീവിനെ ഉണ്ടല്ലോ, ഈ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവിനെ നമ്മൾ എഫ് എക്സ് എന്നും കൂടി റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യും? ഡി സാധനത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. എഫ് എക്സ് രണ്ട് തവണ ഡെറിവേറ്റീവ് എടുക്കുന്നത് എഫ് എക്സ് എക്സ്. ഓക്കെ. ഇനി ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ സെയിം സാധനം, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ എഫ് വൈ വൈ. ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ നിങ്ങൾ ചെയ്യാൻ നേരത്ത് എഴുതുന്നത് വളരെ സിമ്പിൾ ആണ്. അതായത് ഡോ എഫ് ബൈ ഡോ വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുക്കുന്നു. നൊട്ടേഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവുമെങ്കിൽ നിങ്ങൾ അതങ്ങ് വിട്ടേക്കാം, മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അപ്പൊ ഇത് ചെയ്യുന്നത് നല്ല സിമ്പിൾ ആണ്, നൊട്ടേഷൻ സിമ്പിൾ ആണ്. ഈ ഡോ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഡോ വൈ അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. ഇവിടെ എഫ് എക്സ് വൈ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഏത് ചെയ്യണം? ആദ്യം വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുക, പിന്നെ എക്സ് ഡെറിവേറ്റീവ് എടുക്കുക. തിരിച്ചു ചെയ്താൽ ആൻസർ സെയിം ആണ്, ആൻസർ സെയിം ആയിട്ട് തന്നെ കിട്ടും. എന്തായാലും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? വൈ ഡെറിവേറ്റീവ് എടുക്കുക, പിന്നെ എക്സ് ചെയ്യുക. അതേപോലെ തന്നെ തിരിച്ചും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ട, നിങ്ങൾ ഏത് മാത്രം പഠിച്ചാൽ മതി? ഈ ഇക്വേഷൻ പഠിക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ചോദ്യത്തിലോട്ട്, നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇത്രയാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് കേട്ടോ. 1, 2, 3, 4 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചോദിച്ചാൽ 4 പേരെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് വൺ ഡോ എഫ് ബൈ ഡോ എക്സ്. എന്താണ് ജോലി? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇവനെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ y എന്താണ്? കോൺസ്റ്റന്റ് ആണ്. നോക്കാം, 2 ഇൻറ്റു എക്സ് കണ്ടു. എക്സ് കണ്ടെങ്കിൽ അപ്പോഴേ ഡെറിവേറ്റീവ് എടുക്കണം. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ്? അപ്പൊ നമ്മുടെ ഇക്വേഷൻ പഠിക്കണം അല്ലെ. ഈ അറിഞ്ഞുകൂടെങ്കിൽ ഇക്വേഷൻ എല്ലാം ബോക്സിലാക്കി എഴുതിയിട്ടോ കേട്ടോ. ബുക്കിന്റെ ബാക്കിൽ എഴുതിയിട്ടാൽ അത്രയും നല്ലത്. ഇതിന്റെ കൂടെ എഴുതണം, ബുക്കിന്റെ ബാക്കിലും എഴുതണം. സോ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എന്നയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 3 എന്ത് വരും? 3x റൈസ് ടു 3 മൈനസ് 1 ദാറ്റ് ഈസ് 2 ഇൻറ്റു വൈ സ്ക്വയർ കണ്ടു. സോറി, വൈ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ് അല്ലെ. എക്സിന്റെ കൂടെയുള്ള വൈ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എഴുതും, എക്സ് ഇല്ലാത്ത വൈ സ്ക്വയർ ആണെങ്കിൽ അവരുടെ ഡെറിവേറ്റീവ് എടുത്ത് 0 എന്ന് ഇടും. ഓക്കെ അല്ലേ? അപ്പൊ 2 ഇൻറ്റു 3 എന്താണ്? 6 ആണ്. 6x സ്ക്വയർ വൈ സ്ക്വയർ എന്ന് കിട്ടി, പരിപാടി കഴിഞ്ഞു അല്ലെ. പ്ലസ് 0 എഴുതണ്ട. നെക്സ്റ്റ് ഞാൻ ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ 2 ഉണ്ട്, എക്സ് ക്യൂബ് ഉണ്ട്, വൈ സ്ക്വയർ ഉണ്ട്. എക്സ് ക്യൂബ് വൈ സ്ക്വയറിന്റെ കൂടെ ഉള്ളവരായതുകൊണ്ട് അവരെല്ലാം കോൺസ്റ്റന്റ് ആയിട്ടൊക്കെ ഞാൻ പരിഗണിച്ചു, ഒന്നും ചെയ്തില്ല. വൈ സ്ക്വയർ വൈയുടെ ടേം കണ്ട് അപ്പോഴേ ഡെറിവേറ്റീവ് എടുക്കണം അല്ലെ. വൈ സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്? 2y ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2x ആണ്. അപ്പൊ ഇവിടെ 2y വരും. ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 4 ആണ്. 4x ക്യൂബ് y എന്ന് വരും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും ഈക്വൽ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ. പിന്നെ ഒരു കാര്യം ഇവിടെ നമ്മൾ പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ് കേട്ടോ. ഇതിന് നമ്മൾ പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ഡിഫൈൻ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഈസ് എ ഫംഗ്ഷൻ. ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഈസ് എ ഫംഗ്ഷൻ, ദെൻ ദി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ അങ്ങനെ നോട്ടിൽ എഴുതി വെച്ചേക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എല്ലാവരും വരും അല്ലെ. ഇനിയാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇനി 4 പേര് വരും. നോക്കാം. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഞാൻ എല്ലാത്തിലും ഇങ്ങനെ എഴുതത്തില്ല കേട്ടോ. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് ആണ് അല്ലെ. അതായത് നമുക്ക് ഇപ്പൊ കിട്ടിയ ഉത്തരത്തിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുക്കുക. എന്ത് കിട്ടും? 6 അതുപോലെ എഴുതും. ഇനി എക്സ് സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ എക്സിന്റെ ടേം കണ്ട് അപ്പോഴേ ഡെറിവേറ്റീവ് എടുക്കും. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. ഇൻറ്റു വൈ സ്ക്വയർ അതുപോലെ എഴുതി. ദാറ്റ് ഈസ് 6 ഇൻറ്റു 2 12. 12 എക്സ് വൈ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ?
ഇനി ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ഞാൻ എഴുതുന്നില്ല. എന്താണ് സംഭവം? ഡോ ബൈ ഡോ വൈ ഓഫ് ഇത്, അതായത് വിത്ത് റെസ്പെക്ട് വൈ വെച്ച് ഇത് ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുക്കുക അല്ലെ. അപ്പോ 4x³ കോൺസ്റ്റന്റ് ആണ്. വൈയുടെ ഡെറിവേറ്റീവ് എന്താണ് നിങ്ങൾ അറിയണം, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ വൈ എന്ന് പറയുന്നത് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ് 1 ആണ്. അപ്പൊ ഇൻറ്റു 1 എഴുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു 4x³ എന്ന് കിട്ടി. അപ്പൊ അത് കഴിഞ്ഞു. ഇനി എന്താണ് ക്രോസ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയും കേട്ടോ ഇതിനെ. ഇതെന്താണ്, ഈ എക്സും വൈയും വരുന്നതിനാണ് നമ്മൾ പറയുന്നത് ക്രോസ് പാർഷ്യൽ ഡെറിവേറ്റീവ്. ക്രോസ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയും. അപ്പൊ നമുക്ക് നോക്കാം, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് വെച്ചാൽ എന്താണ്, ഡോ ബൈ ഡോ എക്സ്, ഇന്നൊരു ഡോ എടുത്തിട്ട് ഡോ ബൈ ഡോ എക്സ് എന്ന് എഴുതുക, ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ. അതായത് ഡോ എഫ് ബൈ ഡോ വൈനെ പിന്നെ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതാം, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ആരാണ്, 4x³ y ആണ്. 4x³ y ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 കോൺസ്റ്റന്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, x³ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 3x² ആണ് അല്ലെ, 3x² ആണ്. ഇനി വൈയുടെ ഡെറിവേറ്റീവ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കോ, ഇല്ല, എക്സ് വെച്ച് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്റെ ആൻസർ എന്താണ്, 12x² y എന്നാണ്. 12x² y എന്നാണ്. അതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നു, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഡോ എഫ് ബൈ ഡോ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുന്നു. ഈ പുള്ളിക്കാരനെ വൈ കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുന്നു. ഞാൻ കൂടെ അങ്ങ് ചെയ്യട്ടെ, പറഞ്ഞങ്ങ് ചെയ്യട്ടെ. നോക്കിയേ, ആർ അതുപോലെ എഴുതി, x² വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. എക്സ് വെച്ച് ഡെറിവേറ്റീവ് എടുത്ത് വെച്ചേക്കുന്ന സാധനത്തിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്നു. അപ്പൊ വൈ ചെയ്യുമ്പോൾ x² കോൺസ്റ്റന്റ് ആണ്, x² അതുപോലെ എഴുതി. y² ഡെറിവേറ്റീവ് എന്താണ്, 2y ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 × 2 12, 12x² y എന്ന് കിട്ടും. അതിനെ നിങ്ങളൊരു കാര്യം പഠിച്ചോ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സും ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈയും ഇത് എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഞാനൊരു ഓർഡർ ഇല്ലാതെയാണ് എഴുതിയേക്കുന്നത്, നിങ്ങൾ താഴെ എഴുതി പോകണം കേട്ടോ. ഇനി ഇവിടെ സിമ്പിൾ ഒന്ന് മാറ്റി, വേറെ പരിപാടിയൊന്നുമില്ല. അതേപോലെ 1,3 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, വല്ല പാടൊന്നുമില്ല. നോക്കിയേ, ഞാനിപ്പോ ആദ്യം എഴുതി fx ഓഫ് എക്സ് വൈ എന്ത് കിട്ടും. fx ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിമ്പിൾ സാധനം ഡോ എഫ് ബൈ ഡോ എക്സിനെയാണ് ഞാൻ ഇങ്ങനെയും വിളിക്കുന്നത്. fx കണ്ടു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുക, fy കണ്ടു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും, 2 × x³ ഡെറിവേറ്റീവ് 3x², y² അതുപോലെ തന്നെ എഴുതും, പ്ലസ് 2y, അവിടെ x ഇല്ലാത്തതുകൊണ്ട് അത് 0 ആണ്, പ്ലസ് 4 × എക്സിന്റെ ഡെറിവേറ്റീവ് എത്ര, 1. ഈ 0 ആക്കുന്ന പരിപാടി നിങ്ങൾ മറന്നു വരുന്നാൽ മാത്രം മതി. 2 × 3 6, 6x² y² പ്ലസ് 0 പ്ലസ് 4 × 1 4 അല്ലെ. ഇനി അതേപോലെ തന്നെ fy ഓഫ് x, y എന്ത് വരും, ഈ സാധനത്തെ നിങ്ങൾ y വെച്ച് ഡെറിവേറ്റീവ് എടുക്കുക. y വെച്ച് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 × x³ y² ഡെറിവേറ്റീവ് 2y ആണ്, പ്ലസ് 2y, 2 കോൺസ്റ്റന്റ് ആണ്. വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്, 1 ആണ്. ദാറ്റ് ഈസ് 2x³ 2 × x³ × 2 2 × 2 4. അപ്പൊ 4x³ y പ്ലസ് 2 എന്ന് കിട്ടി. ഇനി നമ്മുടെ ചോദ്യം 1,3 1,3 കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുന്നു നോക്കോ, fx ഓഫ് 1,3 എന്ന് പറയുന്നത് ഇവിടെ x കിടക്കുന്നിടത്ത് 1 ഉം y കിടക്കുന്നിടത്ത് 3 ഉം കൊടുക്കുക. അപ്പൊ 6 × 1² 1 ആണ്, ഇൻറ്റു y² അപ്പൊ 3 ആണ് y² എന്ന് പറയുമ്പോൾ 9 വരും, പ്ലസ് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 × 6 54, 4 58 എന്ന് കിട്ടും അല്ലെ. അതിന് fy ഓഫ് 1,3 എന്ന് പറയുന്നത് എന്ത് വരും, അവിടെ 1,3 ഇട്ട് കൊടുക്കുമ്പോൾ fy-ൽ 1,3 ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 × 1 4 × 1³ 1 ആണ്, ഇൻറ്റു y എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്, പ്ലസ് 2 4 × 3 12 2 14 ആണ് ആൻസർ കിട്ടുന്നത്. സിമ്പിൾ അല്ലേ. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് ഈ സെക്ഷൻ നിർത്താം. നോക്കിയേ, fx ഓഫ് എക്സ് വൈയും fy ഓഫ് എക്സ് വൈയും കണ്ടുപിടിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കുക എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ fx ഓഫ് എക്സ് വൈയും, ഓക്കെ ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ്, ഒരു മിനിറ്റ്, സെയിം ക്വസ്റ്റ്യൻ അല്ല, ഹലോ ഒരു മിനിറ്റ്. സോ അത് സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ അത് 2 രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റിൽ അങ്ങനെ ഇട്ടേക്കുന്നത്. നമുക്ക് ഒരു രീതി പഠിച്ചാൽ മതി. അപ്പൊ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നോക്കിയോ, അപ്പൊ എഫിന് പകരം z വന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. z ഈസ് ഈക്വൽ ടു x⁴ × sin x y³. കുറച്ച് വലിയ ആളായി, വളരെ സിമ്പിൾ ആണ്. പക്ഷെ നമുക്ക് നോക്കാം, ഡോ z ബൈ ഡോ x എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ ഇത് നിങ്ങൾ നോക്കിയേ, ഇത് കണ്ടോ, ഇവിടെയും x ഉണ്ട്, ഇവിടെയും x ഉണ്ട്. അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇവിടെയും x ഉണ്ട്, ഇവിടെയും x ഉണ്ട്. x ഉണ്ടെങ്കിൽ മാത്രം പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ x ഉള്ള ഒരു ഫംഗ്ഷൻ ഇൻറ്റു x ഉള്ളത് വേറൊരു ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. എന്താണ് പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാല്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, ഞാനിപ്പോ ഫസ്റ്റ് ഫംഗ്ഷനെ u എന്നും സെക്കൻഡ് ഫംഗ്ഷനെ v എന്നും വിളിക്കാൻ പെട്ടെന്ന് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്
ഓക്കെ, നിങ്ങൾ നോക്കി പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്നാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടെങ്കിൽ നോക്കി വെച്ചേക്കണേ. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് റൈസ് ടു 4 ആണ്. എക്സ് റൈസ് ടു 4 ഇൻറ്റു സൈൻ എക്സ് വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ്. ശ്രദ്ധിച്ചിരുന്നോ, സൈനിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ കോസ് എക്സ് വൈ ക്യൂബ് എന്ന് വിളിക്കും. ഇനി എക്സ് വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സ് വൈ ക്യൂബ്, ഇത് ചെയിൻ റൂൾ ആണ്. അപ്പൊ എക്സ് വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എക്സ് ആണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പൊ വൈ ക്യൂബ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. വൈ ക്യൂബ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇൻറ്റു വൈ ക്യൂബ് എന്ന് വരും. കണ്ടോ, കോൺസ്റ്റന്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. ഓക്കെ ആണോ? അപ്പൊ അതായത് സംഭവം സിമ്പിൾ ആണ്. എക്സ് വൈ ക്യൂബിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുത്താൽ എന്താണ്? വൈ ക്യൂബ് കോൺസ്റ്റന്റ് ആണ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പൊ വൈ ക്യൂബ് ഇൻറ്റു 1 വൈ ക്യൂബ് വരും. ഓക്കെ അല്ലേ? അപ്പൊ പരിപാടി തീർന്നില്ല, ഇനി പ്ലസ് ഉണ്ട് അല്ലെ, യു വി ഡാഷ് ചെയ്തോളൂ. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ എക്സ് വൈ ക്യൂബ് ഇൻറ്റു ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു 4ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 4x ക്യൂബ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4ഉം വൈ ക്യൂബിനെ ഒരുമിച്ച് എഴുതാം കേട്ടോ. എക്സ് റൈസ് ടു 4 വൈ ക്യൂബ് ഇൻറ്റു കോസ് എക്സ് വൈ ക്യൂബ് പ്ലസ് 4x ക്യൂബ് സൈൻ എക്സ് വൈ ക്യൂബ് എന്ന് വരും. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ള ആൻസർ. ഇനി അതേപോലെ തന്നെ ഡോ ഇസഡ് ബൈ ഡോ വൈ കണ്ടുപിടിക്കാം. ഡോ ഇസഡ് ബൈ ഡോ വൈ കണ്ടുപിടിക്കുമ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് വൈ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ അവിടാണ് രസം. വിത്ത് റെസ്പെക്ട് വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പുറത്ത് കിടക്കുന്ന ആൾ കോൺസ്റ്റന്റ് ആണ്. പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യവും. അപ്പൊ നോക്കിയേ, പ്രോഡക്റ്റ് ആയതുകൊണ്ട് ആ ആളെ ഞാൻ വെളിയിൽ എഴുതി. ഓക്കെ, എക്സ് റൈസ് ടു 4 കോൺസ്റ്റന്റ് ആണ്. ഇനി സൈൻ എക്സ് വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സൂപ്പർ ചോദ്യം. നോക്കിയേ, സൈൻ എക്സ് വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും സൈനിന്റെ ഡെറിവേറ്റീവിന് ഒരു മാറ്റവും ഇല്ല, കോസ് എക്സ് വൈ ക്യൂബ് ആണ്. ഇൻറ്റു എക്സ് വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയിൻ റൂൾ ചെയ്യുന്നത്. അപ്പൊ ഇനി എക്സ് വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? എക്സ് വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് വൈ ആണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എക്സ് വൈ ക്യൂബ് ഞാൻ ഇവിടെ എഴുതാം. വിത്ത് റെസ്പെക്ട് വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? എക്സ് കോൺസ്റ്റന്റ് ആണ്. വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3y². അപ്പൊ ഇവിടെ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു 3y² എന്ന് വരും. വ്യത്യാസം കണ്ടോ? എക്സ് ഇൻറ്റു 3y². സോ നമ്മുടെ ആൻസർ എന്ത് വരും? ഇത് കണ്ടോ, എക്സ് റൈസ് ടു 4 ഉണ്ട്, ഇവിടെ ഒരു എക്സും ഉണ്ട്. ആ എക്സിന്റെ പവർ എക്സ് റൈസ് ടു 1 അല്ലേ? അപ്പൊ പവർ ആഡ് ചെയ്യുക. എക്സ് റൈസ് ടു 4 പ്ലസ് 1 എക്സ് റൈസ് ടു 5 ആണ്. ഈ 3 ഞാൻ ആദ്യം എഴുതി. 3 എക്സ് റൈസ് ടു 5 y² കോസ് എക്സ് വൈ ക്യൂബ് എന്ന് വരും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും എഴുതി നോക്കുക, കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ.